ഉദുമയിൽ ആവേശത്തിരയിളക്കം തീർത്ത് സ്ഥാനാർത്ഥികളുടെ പ്രചരണം. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമുള്ളതിനാൽ ഓടി നടന്നുള്ള പ്രചരണത്തിലാണ് ഓരോ മുന്നണികളും. കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഇടതിനൊപ്പമാണെങ്കിലും UDFും BJPയും ഉയർത്തുന്ന പുതിയ വെല്ലുവിളികൾ ഉദുമ മണ്ഡലത്തിലെ പോരാട്ടം കടുപ്പിക്കുമെന്നാണ് സൂചന. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എക്കാലവും ഇടതുകോട്ടയായി നിലകൊള്ളുന്ന മണ്ഡലമാണ് ഉദുമ. 1991 മുതൽ തുടർച്ചയായി CPIM സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇവിടെ വിജയിച്ചു വരുന്നത്. മണ്ഡലത്തിൽ ഇത്തവണയും കടുത്ത പോരാട്ടമാണ് നടക്കുവാനിരിക്കുന്നത്. LDFനും UDFനും പുറമെ BJPക്കും സ്വാധീനമുള്ള മണ്ഡലമായതിനാൽ തന്നെ ഇത്തവണ NDA പിടിക്കുന്ന വോട്ടുകളും നിർണായകമാകും. 1991 CPMന്റെ P. രാഘവൻ കോൺഗ്രസിന്റെ KP. കുഞ്ഞിക്കണ്ണനെതിരെ വിജയിച്ചതിനു ശേഷം ഇതുവരെ ഉദുമ മണ്ഡലത്തിൽ മാറ്റത്തിന്റെ കാറ്റ് വീശിയിട്ടില്ല. 2001 മുതൽ 2016 വരെ നടന്ന 4 തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി വിജയിച്ച് ഇടതുപക്ഷം കോട്ട കാത്തു. 2001 KV. കുഞ്ഞിരാമൻ 9600ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് CK. ശ്രീധരനെ പരാജയപ്പെടുത്തിയത്. 2006 ഭൂരിപക്ഷം കുത്തനെ ഉയർന്നു. UDFന്റെ P. ഗംഗാധരൻ നായർക്കെതിരെ 27,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് KV. കുഞ്ഞിരാമൻ വിജയിച്ചത്. 2011 K. കുഞ്ഞിരാമനും CK. ശ്രീധരനും തമ്മിലായിരുന്നു പോരാട്ടം. എന്നാൽ 11,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ K. കുഞ്ഞിരാമൻ മണ്ഡലം നിലനിർത്തി. 2016 K. കുഞ്ഞിരാമൻ വീണ്ടും വിജയിക്കുന്ന കാഴ്ചയാണ് കാണാനായത്. 2021 CH. കുഞ്ഞമ്പുവിനെയാണ് LDF ഉദുമയിൽ ഇറക്കിയത്. UDFന്റെ ബാലകൃഷ്ണൻ പെരിയയെ 13,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മറികടന്നാണ് കുഞ്ഞമ്പു മണ്ഡലം നിലനിർത്തിയത്. LDFനായി വീണ്ടും പോരാട്ടത്തിനിറങ്ങിയ CH. കുഞ്ഞമ്പുവും UDF സ്ഥാനാർത്ഥിയായി K. നീലകണ്ഠനും ഏറ്റുമുട്ടുന്ന ഉദുമയിൽ BJP ഉയർത്തുന്ന പുതിയ വെല്ലുവിളികൾ പോരാട്ടം കടുപ്പിക്കുക തന്നെ ചെയ്യും. മനുലാൽ മേലത്താണ് NDA സ്ഥാനാർത്ഥി. 3 മുന്നണികളും ദേശീയ രാഷ്ട്രീയം, അഴിമതി, മണ്ഡലത്തിലെ വികസനം, സ്ഥാനാർത്ഥിയുടെ മികവ് എന്നിവ ആധാരമാക്കി പ്രചാരണം ശക്തമാക്കിയതോടെ തീപാറുന്ന പോരാട്ടത്തിനാണ് ഉദുമയിൽ അരങ്ങൊരുങ്ങുന്നത്. മണ്ഡലത്തിൽ 5 വർഷത്തിനകം കൊണ്ടുവന്ന 1500-ൽ പരം കോടി രൂപയുടെ വികസന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞാണ് LDF സ്ഥാനാർത്ഥി CH. കുഞ്ഞമ്പുവിൻ്റെ പൊതുപര്യടനം. പുല്ലൂർ പെരിയ പഞ്ചായത്തിലായിരുന്നു വ്യാഴാഴ്ചത്തെ സന്ദർശനം. പഞ്ചായത്തിൽ നടപ്പിലാക്കിയ 150 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികൾ കൃത്യമായ കണക്കുകളോടെ അവതരിപ്പിച്ചാണ് CH. കുഞ്ഞമ്പു വോട്ട് തേടിയത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യങ്ങൾ വിളിച്ചും കതിനാവെടികൾ പൊട്ടിച്ചും കണിക്കൊന്ന സമ്മാനിച്ചുമായിരുന്നു പ്രവർത്തകരുടെ വരവേൽപ്പ്. രാവിലെ താന്നിയടിയിൽ നിന്നും തുടങ്ങിയ 2ാം ദിവസത്തെ പര്യടനം മുൻ MLA K. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ജോസഫ് വടകര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കല്യോട്ട്, കമലപ്ലാവ്, ഇരിയ, കുമ്പള, അമ്പലത്തറ, ബദിയാൾ, തടത്തിൽ, എടമുണ്ട, പാടാങ്കോട്, താളിക്കുണ്ട്, പുല്ലൂർ വില്ലേജ് ഓഫീസ് പരിസരം, മാക്കരംകോട്, തട്ടുമ്മൽ, മാടിപ്പാറ, കേളോത്ത്, ചാലിങ്കാൽ, പെരിയ ബസ് സ്റ്റോപ്പ്, ഏച്ചിലടുക്കം, പുളിക്കാൽ, നെടുവോട്ടുപാറ, പെരിയ ബസാർ, ചെക്കിപ്പള്ളം, വില്ലാരംപൊതി, കാലിയടുക്കം, കുണിയ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം സമാപന കേന്ദ്രമായ പൂക്കളത്ത് എത്തുമ്പോൾ രാത്രിയായി. വിവിധ കേന്ദ്രങ്ങളിൽ മുൻ MP P. കരുണാകരൻ, E. പത്മാവതി, T. കൃഷ്ണൻ, ജ്യോതി വസു, B. തുളസീധരൻ, BM പ്രദീപ്, സൂരജ് പള്ളിക്കര, AP ഉഷ, M. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിയാഴ്ച മുളിയാർ പഞ്ചായത്തിലാണ് പര്യടനം. പുല്ലൂർ പെരിയ ദേലമ്പാടി പഞ്ചായത്തുകളിലും വൈകിട്ട് ബന്തെടുക്കയിലുമാണ് ഉദുമ മണ്ഡലം UDF സ്ഥാനാർത്ഥി K. നീലകണ്ഠൻ പര്യടനം നടത്തിയത്. പെരിയ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലും മറ്റ് ക്യാമ്പസുകളിലുമെത്തി യുവ വോട്ടർമാരെയാണ് ആദ്യം കണ്ടത്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബുരാജ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ, ഷാഹിദ റഷീദ്, ഷബീബ് പള്ളങ്കോട്, ജതീഷ് കായക്കുളം, അനസ് പെരുമ്പള, വിഷ്ണു കാട്ടുമാടം എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ദേലമ്പാടി മണ്ഡലം UDF കൺവെൻഷനിൽ പിന്നീട് പങ്കെടുത്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. TK ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ഉദുമ മണ്ഡലം NDA സ്ഥാനാർത്ഥി മനുലാൽ മേലത്ത് വ്യാഴാഴ്ച കുണ്ടംകുടി, കുറ്റിക്കോൽ, ബന്തെടുക്ക, ബോവിക്കാനം ഭാഗങ്ങളിലാണ് പര്യടനം നടത്തിയത്. ഈ ഭാഗങ്ങളിലെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ പരിഹരിക്കുന്നതിൽ വീഴ്ചയുണ്ടായതായി അദ്ദേഹം ആരോപിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി N. ബാബുരാജ്, ദിലീപ് പള്ളഞ്ചി, ജയകുമാർ മാനടുക്കം, സുരേഷ് കേളോത്ത്, മണികണ്ഠൻ കാവുങ്കാൽ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.